വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളേജിൽ ഒരു കോൺസേർട്ട് നടക്കാൻ പോകുന്നത്. അപ്പൊ ആരെയും തന്നെ മെയിൻ ഗസ്റ്റ് തിരുമാലയാണ്, ബാക്കിയുള്ളൊരു സർപ്രൈസ് ആണ് അല്ലേ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ക്ലാസ്സും വെച്ചിട്ടുണ്ട്. അപ്പൊ 2 മണിക്കാണ് പരിപാടി തുടങ്ങണേ. അപ്പൊ നമുക്ക് ഉച്ച വരെയാണ് ക്ലാസ് ഉള്ളത്. അത് കഴിഞ്ഞിട്ടാണ് റെഡിയായി പോവാനൊക്കെ. പിന്നെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളെ സ്പോയിൽ ചെയ്യാനായിട്ട് വരുന്ന കുരു ഇന്നും വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഓർക്കും ഞാൻ ഇപ്പം എന്താ ഈ കുറിയൊക്കെ തൊട്ടിരിക്കണേന്ന്. വേറെ ഒന്നുമല്ല, ഇന്നലെ ഞങ്ങൾ ഒരു ഹീറ്റ്ലെസ് കേൾ ട്രൈ ചെയ്തു. പക്ഷെ രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര ഫ്ലോപ്പായി. അപ്പം പിന്നെ ഞാൻ എൻ്റെ മുടിയൊക്കെ അങ്ങ് നനച്ചു. അപ്പം പിന്നെ ചുമ്മാ ഒന്ന് ചന്ദനവും തൊട്ടാണ്. വേറെ അമ്പലവാസി. യെസ്, അമ്പലവാസി. അപ്പം ഇപ്പം തന്നെ നമുക്ക് ക്ലാസ് തുടങ്ങാൻ ടൈമായി. അപ്പം ഇനി മിസ് വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ വേഗം ഇങ്ങോട്ട് വന്നേ. അപ്പം ഇനി നമ്മൾ റെഡി ആവണതൊക്കെ കാണിച്ചത്. ഇപ്പം എന്തായാലും ക്ലാസ്സിൽ പോട്ടെ. അപ്പം ശരി, ബൈ. ഞാൻ മാത്രമല്ല, ഇവളും കുറിയൊക്കെ തൊട്ടിട്ട് വന്നേ. എല്ലാവരും അമ്പലവാസികളായിട്ട് വന്നു. ഇവളും കുറി തൊട്ടിട്ടുണ്ട്. ക്ലാസ്സിലായിട്ട് ഭയങ്കര സൗണ്ടാണ്. മിസ് വന്നിട്ടില്ല. ഫ്രീ ആയിട്ട് ഇപ്പം എല്ലാവരും ഇരിക്കുക. നമുക്ക് 10:30 ആയപ്പോഴേക്കും ക്ലാസ് വിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ നേരെ ഹോസ്റ്റലിലെത്തി വേഗം റെഡി ആവാനാണ് നോക്കിയത്. കാരണം 11:45 ആകുമ്പോഴേക്കും ബസ് വരുമെന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ പിന്നെ എത്രയും വേഗം റെഡി ആയിട്ട് നമുക്ക് പോകണം. ആദ്യം തന്നെ മോയ്സ്ചറൈസർ ഇട്ടു, പിന്നെ കുറച്ച് കൺസീലർ ഒക്കെ ഇട്ടു. ഒരു പരിപാടിക്ക് പോലെ അപ്പൊ കുറച്ച് തിളങ്ങിയൊക്കെ പോകണ്ടേ. ഞാൻ പൊതുവെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടിക്കൊക്കെ മാത്രമാണ് മേക്കപ്പ് ചെയ്യാറുള്ളൂ. അപ്പൊ പിന്നെ ഇപ്പൊ ഒട്ടും കുറയ്ക്കണ്ടെന്ന് ഓർത്തു. എന്തായാലും ഞാൻ ഇപ്പൊ യൂസ് ചെയ്തേക്കണ പ്രൊഡക്റ്റിന്റെ ഒക്കെ ലിങ്ക് ഞാൻ പറ്റുമെങ്കിൽ കൊടുത്തേക്കാം. എന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ മുടിയാണ്. ഇത് ഞാൻ എങ്ങനെ സ്റ്റൈൽ ചെയ്യുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല. ആക്ച്വലി എൻ്റെ നാച്ചുറൽ ഹെയർ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേളിയാണ്. പക്ഷെ എനിക്ക് കേളി ഹെയർ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പണ്ടൊക്കെ. അതുകൊണ്ട് ഞാൻ അത് ഒരു വിധത്തിന് മാറ്റി ഇങ്ങനെ പയ്യെ മാറ്റിക്കൊണ്ട് വരുവായിരുന്നു. പക്ഷെ മാറ്റി വന്നപ്പോൾ കേളും അല്ല സ്ട്രെയിറ്റും അല്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു. പക്ഷെ ഇന്നത്തെ പരിപാടിക്ക് ഞാൻ കേളി ഹെയർ ചെയ്യാമെന്നായിരുന്നു ഓർത്തത്. അത് ഫ്ലോപ്പ് ആയപ്പോൾ പിന്നെ ഞാൻ തല നനച്ച് രാവിലെ തന്നെ കുളിച്ചു. ഞാൻ കുളിക്കുവാണെങ്കിൽ എൻ്റെ മുടി ഭയങ്കര കേളിയായിട്ട് കിടക്കും. അപ്പോൾ അത് ഇന്ന് എത്രമാത്രം ശരിയാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഏകദേശമൊക്കെ ഒരു കേളി ആയിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായി. ഇത് സ്ലീവ്ലെസ് ആയിട്ട് ഇടണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ നമ്മുടെ കോളേജ് മാന്യമായ വസ്ത്രധാരണം പ്രിഫർ ചെയ്തുകൊണ്ട് നമുക്കത് അങ്ങനെ ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഇന്നർ ഇട്ടേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോട്ടൽ ഔട്ട്ഫിറ്റ് വന്നിട്ട്. ഞാൻ എൻ്റെ ഫിറ്റ് ചെക്ക് കാണിക്കുന്ന നേരത്ത് വേറൊരുത്തിയും കൂടെ വന്നിട്ടുണ്ട്. അവളുടെയും കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഇനി ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഫിറ്റ് ചെക്കാണ്. ഇപ്പൊ നല്ല സീൻ ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്നേക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. താങ്ക് യു. എനിക്ക് നിന്റെ ഇവളുടെ ഈ മാല ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല മാല. ഇവിടെ നല്ലൊരു ബോഡിക്കോൺ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ID കാർഡ് കാണിച്ചെന്റെ. അവിടെ ചെന്നപ്പോൾ നമ്മളോട് ID കാർഡ് ഇടണം എന്ന് പറഞ്ഞു. പക്ഷെ ID കാർഡ് ഇട്ടപ്പോഴേക്കും നമ്മുടെ ടോട്ടൽ ഔട്ട്ഫിറ്റ് തന്നെ റൂയിനായി. നമ്മൾ ചെല്ലുമ്പോൾ അവിടെ സീനിയേഴ്സിന്റെ ഡാൻസും പാട്ടൊക്കെ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ സുലേഖ ഹോസ്റ്റലിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി കുറേ പിള്ളേർ സുലേഖ ഹോസ്റ്റലിനെ കുറിച്ചൊക്കെ ചോദിച്ചു. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. കാരണം ഞങ്ങളും ആ ഹോസ്റ്റലുകാരും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ ഇതാണ് സുലേഖ ഹോസ്റ്റല് മൊത്തത്തിൽ കാണാനൊക്കെ പുറമേന്ന്. ഇത് കുറച്ച് പഴയ ഹോസ്റ്റലാണ്. നമ്മുടെ ആയുഷ് ഗേൾസ് ഹോസ്റ്റലാണ് ഏറ്റവും പുതിയത്. അതുകൊണ്ട് ഇത്രയും ഭംഗിയുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഇവിടത്തെക്കാളും ഒരുപാട് ഗ്രീനറി ആയിട്ടൊക്കെയാണ് സുലേഖ ഹോസ്റ്റലുള്ളത്. നമ്മളോട് ശരിക്കും പരിപാടിയാണെങ്കിൽ 2 മണിക്ക് തുടങ്ങുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ 2 മണിയായപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വിടണത് തന്നെ. ഫുഡ് എല്ലായിടത്തും സെയിം തന്നെയാണ്. ഇന്ന് നമ്മുടെ ആയുഷ് ഗേൾസ് ഹോസ്റ്റലിൽ ഈ സെയിം ഫുഡ് തന്നെയാണ്. പക്ഷെ അവിടെ പപ്പടം പണ്ട് തരുമായിരുന്നു, ഇപ്പം അങ്ങനെ തന്നില്ല. അപ്പം ഇവിടുന്ന് പപ്പടം കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പിയായി. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ എൻട്രി ടിക്കറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ എൻട്രി ടിക്കറ്റ്. ഇതും കൊണ്ട് വേണം പോവാൻ. Hi guys.
ഇടും ഇന്നത്തെ vlog. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഓഡിറ്റോറിയത്തിനുള്ളിൽ കയറി. ഫസ്റ്റ് പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെയുള്ള ഞങ്ങളുടെ അവസ്ഥയാണിത്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴേക്കും ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ്.